സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമാണ് രേണുസുതി. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ രേണുസുതിയെപ്പോലെ ഇത്രത്തോളം മലയാളികൾക്കിടയിൽ ചർച്ചയായിട്ടുള്ള മറ്റൊരു സെലിബ്രിറ്റിയില്ല. ഭർത്താവും നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് അഭിനയവും മോഡലിംഗുമെല്ലാമായി രേണുസുതി പ്രൊഫഷനായി സ്വീകരിച്ചത്. ഉദ്ഘാടനങ്ങൾ, പ്രൊമോഷനുകൾ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നിവ വഴി മാസം നല്ലൊരു തുക തന്നെ രേണു ഇപ്പോൾ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം പണം സമ്പാദിക്കാൻ രേണു തിരഞ്ഞെടുത്ത വഴികളോട് ഭൂരിഭാഗം പ്രേക്ഷകർക്കും എതിർപ്പുമാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രേണുവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത്. താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും അതിനുള്ള പരിശോധനയ്ക്കായി പരുമലയിലെ ഒരു ആശുപത്രിയിൽ വന്ന് ചില പരിശോധനകൾ നടത്തിയുമെന്നുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ. അതുമായി ബന്ധപ്പെട്ട് ചില വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയായ ഷെഫീന ബീബിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യങ്ങളിൽ എന്തെല്ലാമാണ് സത്യമെന്ന് വ്യക്തമല്ല. അതേസമയം രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു പുതിയ പോസ്റ്റുമായി എത്തി. ഒരു ഫോട്ടോ പങ്കിട്ടുകൊണ്ട് താനൊരു ഫൈറ്ററാണെന്നും അത് സമയമാകുമ്പോൾ എന്നെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുമെന്ന് രേണു ക്യാപ്ഷനായി കുറിച്ചു. പിന്നാലെ ആ ക്യാപ്ഷൻ നീക്കം ചെയ്ത് ഒരു കറുത്ത നിറത്തിലുള്ള ഹാർട്ടിൻ്റെ ഇമോജി ക്യാപ്ഷനാക്കി. രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ രേണു ക്യാപ്ഷൻ കൂടി മാറ്റിയത് ചർച്ചയുമായി. രേണു പറയാൻ ഉദ്ദേശിച്ചത് അസുഖത്തെക്കുറിച്ചാണോ എന്ന് പലരുടെയും സംശയം. അടുത്തിടെയായി തന്നെക്കുറിച്ച് ഏത് തരത്തിലുള്ള പ്രചരണങ്ങൾ വന്നാലും ഉടനടി പ്രതികരിക്കുന്ന രീതി രേണു കുറച്ചു. ദുബായ് യാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ശേഷമാണ് അത്. പതിവ് പോലെ പുതിയ പോസ്റ്റിനും പരിഹസിച്ചും വിമർശിച്ചുമുള്ള കമൻറ്റുകളാണ് രേണുവിന് ലഭിച്ചതും. ചിലർ മാത്രമാണ് രേണുവിനെ പിന്തുണച്ചും സ്നേഹം അറിയിച്ചും പ്രതികരിച്ചത്. ഞങ്ങൾക്ക് പണ്ടേ രേണുവിനെ മനസ്സിലായതാണ്. മനസ്സിലാക്കാത്ത കുറച്ചുപേർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇപ്പോൾ ശരിക്കും മനസ്സിലായി. ഇനി വല്ലാണ്ട് വെളുപ്പിക്കേണ്ടതില്ല. ചേച്ചിയെ പൊക്കിപ്പറയാൻ ആരും വേണ്ട ചേച്ചി തന്നെ മതിയെന്നാണ് വിമർശിച്ചവർ കുറിച്ചത്.